ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഉസ്താദിനടോ കിളയ്ക്കാൻ പോകുന്നവരുണ്ടോ 900 ഒക്കെ, 1000, 1500 ശമ്പളം വാങ്ങുന്നവരില്ലേ? ഉസ്താദിന്റെ ശമ്പളം നിങ്ങൾ കൂട്ടി നോക്കണേ, ഏറ്റവും കുറഞ്ഞ ശമ്പളം. എന്നാൽ ഏറ്റവും സന്തോഷമുള്ള ജീവിതം അതാ. ആ കുറഞ്ഞ ശമ്പളത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചേ ഉള്ളൂ, എന്നിട്ട് ഉസ്താദ് ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട് ബാലൻസ്. ഈ 10,000 ഉള്ളൂ, ഈ 17,000 ഉള്ളൂ. ഉസ്താദിന് ഫാത്തിഹ ഓതുമ്പോ മോളിൽ നിന്ന് ഇറങ്ങിയൊന്നും വരില്ല. അരിക്കടയിൽ പോയിട്ട് ഉസ്താദിന് നിങ്ങൾ കൊടുക്കണം, അതേ പൈസ തന്നെ കൊടുക്കണം. ഉസ്താദിന് മക്കളുണ്ട്, ട്യൂഷനുണ്ട്, മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യമാരെ പോലെ ഉസ്താദിന്റെ ഭാര്യക്ക് സ്വർണ്ണമൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ആ 17,000-നകത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും ബാങ്കിൽ കൊണ്ടിടാൻ ഒരല്പം ബാക്കിയുണ്ട്. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മാസം വീട്ടിൽ തട്ടിയും മുട്ടിയും പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു മാസം ഒന്ന് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തട്ടിമുട്ടി 1,00,000 രൂപ വേണം എന്ന് പറയുന്നവരുടെ നടുവില ഈ 17,000 എണ്ണി മാറ്റി വെച്ചിട്ട് പലതും ചെയ്യുന്നത്. ആ ബർക്കത്ത്. എടോ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാ. ഒന്ന്, അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിന്ന് കിട്ടണം. ഒരു ദിവസം മാത്രം ലാഭം പോരാ, എല്ലാ ദിവസവും വേണം. അള്ളാഹു തന്ന നിഅമത്ത് നിലനിൽക്കണം, അതിൽ അഭിവൃദ്ധി ഉണ്ടാകണം. അതിലൊരു ബർക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ.